നമസ്കാരം, സച്ച ഭാരതിലേക്ക് സ്വാഗതം. അതികഠിനമായ ദുരന്തത്തിലൂടെയാണ് നമ്മുടെ കൊച്ചു കേരളം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ മൂലം വൻ കെടുതികളാണ് നമ്മുടെ സംസ്ഥാനം അനുഭവിക്കുന്നത്. വയനാട്ടിലെ മുണ്ടക്കയിൽ നടന്ന മലയിടിച്ചിലും ലാൻഡ് സ്ലൈഡും വളരെയധികം ഭീതിജനകമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏകദേശം 500 വീടുകളാണ് അവിടെ ഒലിച്ചുപോയത്. നൂറുകണക്കിന് മനുഷ്യർക്ക് ജീവഹാനി വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് അതിഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സംസ്ഥാനത്തിനെ കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും. എന്തായിരുന്നു ഇതിനൊക്കെയുള്ള കാരണം? പലപ്പോഴും അത് ചെയ്യാതെ പോകുകയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് 2-3 ദിവസം കഴിയുമ്പോൾ മറന്നു പോകുകയും ചെയ്യുന്നു. പക്ഷേ 1-2 കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തീർച്ചയായും പോകേണ്ടതാണ്. ഏതൊക്കെ വാണിങ്ങുകളായിരുന്നു നമ്മുടെ സർക്കാരിന് കിട്ടിക്കൊണ്ടിരുന്നത്? അത് അവർ കൃത്യമായി പാലിച്ചോ എന്നുള്ളൊരു ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി വളരെ മുമ്പ് തന്നെ 4000 വീടുകളെ അവിടെ നിന്നും കുടിയൊഴിക്കണമെന്ന് പറയുകയുണ്ടായി. അത് നമ്മൾ ചെയ്തില്ല. അത് അവഗണിക്കുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്തത്. അതുകൂടാതെ 2024 ജനുവരിയിൽ ദില്ലി IITയിലെ ലാൻഡ് സ്ലൈഡ് റിസ്ക് മാപ്പ് പ്രകാരം 58% വയനാട്ടിൽ വളരെയധികം ഗുരുതരമായ പ്രകൃതി ദുരന്തത്തിന് ഇരയാകുമെന്ന് പറയുകയുണ്ടായി. അതും നമ്മൾ പാടെ അവഗണിച്ച മട്ടായിരുന്നു. ഈ മുന്നറിയിപ്പുകൾ എന്തുകൊണ്ട് നമ്മൾ അവഗണിച്ചു? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ മതിയാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നറിയിപ്പുകൾ പാലിച്ചിരുന്നെങ്കിൽ, ഈ കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തത്തിന് നമ്മുടെ സംസ്ഥാനം ഇടയാവുകയില്ലായിരുന്നു എന്നുള്ളതല്ലേ സത്യം. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വളരെ മുമ്പ് തന്നെ 2015 അതിനു മുമ്പുമായി ഗാഡ്ഗിൽ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ വച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി റിപ്പോർട്ട് അല്ലെങ്കിൽ വിദഗ്ധ പഠന സമിതി റിപ്പോർട്ട് എന്നായിരുന്നു യഥാർത്ഥത്തിൽ വിളിച്ചിരുന്നത്. ഗാഡ്ഗിൽ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഗാഡ്ഗിലിനെ വിമർശിക്കുവാൻ മാത്രമാണ് നമ്മൾ അന്ന് ശ്രമിച്ചത്. ഗാഡ്ഗിൽ പറയാത്ത കാര്യങ്ങൾ ജനങ്ങളെ വിശ്വസിപ്പിച്ച ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. അവർക്ക് അവരുടേതായ ചില പ്രത്യക്ഷമായ പരോക്ഷമായ താല്പര്യങ്ങളുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഗാഡ്ഗിലിനെ വിമർശിക്കുവാൻ അവർ മുന്നോട്ട് വന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഗാഡ്ഗിൽ തെറ്റാണ് എന്ന് വരുത്തി തീർക്കുവാനാണ് അവർ അന്നും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് ഗാഡ്ഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറെ നാളുകൾക്ക് ശേഷം ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാവും. അന്ന് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് ഈ സംസ്ഥാനത്തിന് വരാൻ പോകുന്ന ദുരന്തങ്ങൾ എന്ന് നമുക്ക് വരും നാളുകൾ കാണിച്ചു തരും എന്ന് ഗാഡ്ഗിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആരും പരിഗണിച്ചില്ല. ദുരന്തം നടന്ന അന്ന് മുണ്ടക്കയിൽ 48 മണിക്കൂറിൽ പെയ്തത് 572 mm മഴയാണ്. കേരളത്തിൽ ഉടനീളം മഴ പെയ്യുന്നുണ്ട്. പണ്ടുള്ളതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ തന്നെ മഴ പെയ്യുകയാണ് കേരളത്തിൽ ഇപ്പോഴും. എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പരിസ്ഥിതിക്ക് ഏതു തരത്തിലുള്ള മാറ്റമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്? നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം. 1950-ൽ 8 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി ഉണ്ടായിരുന്ന ഈ കേരളത്തിൽ ഇപ്പോഴുള്ളത് വെറും 2 ലക്ഷം ഹെക്ടർ കൃഷിഭൂമിയാണ്. തോടുകളും പ്രകൃതിദത്തമായ ജലനിർഗമന മാർഗങ്ങളും ഉണ്ടായിരുന്ന ആ കാലയളവിൽ ഇവിടെ വെള്ളക്കെട്ടില്ലായിരുന്നു. ജനസാന്ദ്രത കൂടുകയും അനേകായിരം വീടുകൾ നമ്മുടെ സംസ്ഥാനത്ത് വരികയും ചെയ്യും. പലപ്പോഴും ഈ കൃഷിഭൂമി നികത്തിക്കൊണ്ടാണ് പുതിയ വീടുകൾ വന്നിരിക്കുന്നത്. നമ്മൾ അതിനു പകരം കനാലുകൾ നിർമ്മിച്ചു. പക്ഷേ ആ കനാലുകളിൽ വേസ്റ്റും പ്ലാസ്റ്റിക്കും കൊണ്ട് നിറച്ച് ജലത്തിന്റെ ഒഴുക്കും നമ്മൾ തടഞ്ഞു വെച്ചു. ആരാണ് ഇതിനൊക്കെ പുറകിലുള്ളത് എന്ന് നമുക്ക് സുവ്യക്തമാണ്. ജനങ്ങളോ സർക്കാരുകളോ ഭരണ സംവിധാനങ്ങളോ ഇതിനെതിരായി എന്ത് നടപടികളാണ് എടുത്തത്? ആ ചോദ്യം നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒന്നാണ്. ഇതൊക്കെ പോട്ടെ, ഇതെല്ലാം നടന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഓരോ ഉദാഹരണങ്ങൾ സഹിതം നമ്മുടെ മുമ്പിലേക്ക് വന്ന കാര്യങ്ങളുമാണ്. പക്ഷേ നമ്മൾ കാണുവാൻ പോകുന്ന, ഒരുപക്ഷെ സംഭവിക്കാൻ സാധ്യതയുള്ള വലിയ ഒരു അപകടത്തിന്റെ മുന്നിലാണ് നമ്മൾ ഇന്ന്. ഒരു ആറ്റം ബോംബിനേക്കാൾ പവറുള്ള ഒരു ജലബോംബ് നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ പേരാണ് മുല്ലപ്പെരിയാർ. വർഷങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മുല്ലപ്പെരിയാർ, ആ അണക്കെട്ടിനെ കുറിച്ച് ഒരു വിശകലനം എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപകടാവസ്ഥയിലാണ് ഈ അണക്കെട്ട് എന്ന് പലവരും പറഞ്ഞിട്ടും ആരും അത് ശ്രദ്ധിക്കുവാൻ എന്തുകൊണ്ട് കൂട്ടാക്കുന്നില്ല? അതിന്റെ ഹിസ്റ്ററി ഇല്ലെങ്കിൽ ചരിത്രം എന്താണ്? 1887 മുതൽ 1895 വരെയുള്ള കാലയളവിൽ ഒരു വിദേശിയായ ജോൺ പെന്നിക്യുക്കാണ് ഇത് നിർമ്മിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ അണക്കെട്ടിന്
വെറും 50 വർഷത്തെ കാലയളവ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആയുസ് മാത്രമേ ഉള്ളൂ എന്നാണ്. സുർക്ക വെച്ച് പണിതിട്ടുള്ള ഈ അണക്കെട്ട് ഒരുപക്ഷെ ഇപ്പോൾ നിലവിലുള്ള ഏക അണക്കെട്ട് തന്നെയായിരിക്കാം. സിമന്റിനേക്കാൾ 1/6 ശക്തി മാത്രമേ ഈ സുർക്കയ്ക്ക് ഉള്ളൂ എന്നും വിദഗ്ധ പഠനങ്ങൾ തെളിയിക്കുന്നു. പക്ഷെ എന്നാലും മുല്ലപ്പെരിയാർ 128 വർഷമായിട്ട് പോലും അത് ഒരു വെല്ലുവിളിയായി നിന്നിട്ട് പോലും എന്തുകൊണ്ട് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഒരു തീരുമാനത്തിലെത്താൻ നമുക്ക് സാധിക്കുന്നില്ല? മുല്ലപ്പെരിയാർ പൊട്ടിയാൽ വരാൻ പോകുന്ന, ചിന്തിക്കുവാൻ പോലും കഴിയാത്ത അപകടങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് നമ്മളിപ്പോഴും ബോധവാന്മാരാകുന്നില്ല? ഈ ചോദ്യം നമ്മുടെ മുമ്പിൽ വരേണ്ടതാണ്. 128 വർഷം തികഞ്ഞിരിക്കുന്ന ഈ അണക്കെട്ട് നമ്മുടെ മുമ്പിൽ ഒരു ജലബോംബായി നിലകൊള്ളുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുവാനെങ്കിലും നമ്മൾ മുന്നോട്ട് വരേണ്ടതാണ്. സർക്കാരുകൾ മാത്രമല്ല, ജനങ്ങളും കോടതിയും ഇതിനെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിക്കുകയും എന്തെങ്കിലും തരത്തിലുള്ള അപകടം വന്നാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെടുക എന്ന ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ജലബോംബിനെ നിർവീര്യമാക്കുവാനുള്ള നടപടിക്രമങ്ങളുമായി നമ്മൾ എന്തുകൊണ്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല? ആ ഒരു ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കേണ്ടതല്ലേ? അപകടങ്ങൾ വരുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് സംസാരിക്കുകയും എല്ലാ മുൻകരുതലുകളും കാറ്റിപ്പറത്തുകയും ചെയ്യുന്ന നമ്മുടെ ഈ സ്വാഭാവിക സ്വഭാവത്തിന് എന്നാണ് അറുതി വരിക? ഇല്ലെങ്കിൽ വരാൻ പോകുന്നത് വൻ ദുരന്തമായിരിക്കും. ന്യൂസ് ഡെസ്ക്, സച്ച ഭാരത്.